സമയം കഴിഞ്ഞ് പറയുന്ന സ്നേഹം, ആവശ്യം കഴിഞ്ഞ് പെയ്യുന്ന പരിചരണം, അതുപോലെ തന്നെ കൈവിടപ്പെട്ട മനസ്സിന് മരുന്നാകില്ല ഒരിക്കലും കേട്ടോ. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. നമ്മൾ സ്നേഹിച്ചവരെ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, കാരണം അവരെ സ്നേഹിക്കേണ്ട സമയത്ത് നമ്മൾ സ്നേഹിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്വന്തം ആളുകളുടെ ഇടയിൽ തന്നെയാണ് ഇതൊക്കെ കൂടുതൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അച്ഛനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും ഒരുപാട് സ്നേഹം കരുതലൊക്കെ അറിയിക്കുന്നവരാണ് കേട്ടോ. പക്ഷെ നമ്മൾ പിന്നെ നോക്കാമെന്ന് കരുതി മാറ്റി വെക്കുമല്ലോ എപ്പോഴും. പക്ഷേ ഇപ്പോൾ തിരക്കാണ്, എനിക്ക് ഇത് കഴിഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടാകും, നാളെ പറയാം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സത്യമുണ്ട്. എന്താണെന്നറിയോ? സമയം ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല എന്നുള്ളതാണ്. കാരണം ദിവസങ്ങളോളം നിശബ്ദരാകും, അവർ പ്രതീക്ഷ ഒരു വാക്ക് പോലും അവർക്ക് കിട്ടാതെ. അപ്പോൾ നമ്മൾ പറഞ്ഞാലും ചെയ്താലും ഒക്കെ അതൊരു പട്ടിണി കിടക്കുന്നവൻ്റെ മുന്നിൽ ഭക്ഷണം വെച്ചാൽ എങ്ങനെയാണ് അതുപോലെ ഇരിക്കുക. കുടുംബജീവിതങ്ങളൊക്കെ വലിയ കാര്യങ്ങൾ കൊണ്ടൊന്നും നിലനിൽക്കുന്നത് കേട്ടോ. ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ വലിയ വലിയ കാര്യങ്ങൾ. ഒരു സുഖമാണെന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിച്ചു, നീ ഉണ്ടല്ലോ എനിക്ക് എന്നത് ചോദിച്ചു. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പലപ്പോഴും പുറത്തുള്ള ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അറിയപ്പെടുന്നത്. വീട്ടിലെ ഹൃദയങ്ങളൊക്കെ നമ്മൾ മറക്കും എപ്പോഴും. പക്ഷെ സത്യം എന്താണെന്ന് ഞങ്ങൾക്ക്, നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം എത്തുന്നത് വീട്ടുകാർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് സ്നേഹിക്കേണ്ട സമയത്ത് നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിക്കുക കേട്ടോ. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് നിങ്ങൾ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു നോക്കുക. മനസ്സിലാക്കേണ്ട സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം അവസാനം എന്ന് പറയുന്നൊരു ദിവസം അത് വന്നു കഴിഞ്ഞാൽ അത് തിരുത്താൻ നിങ്ങൾക്ക് ഒരവസരവും ലഭിക്കില്ല എന്നുള്ളതാണ്. ഇന്നലെ തുടങ്ങിക്കോ നിങ്ങൾ കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും ഒരു സത്യസന്ധമായൊരു വാക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എനിക്ക് വിലപ്പെട്ടവനാണ് എന്ന്, അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു പറയാനും കേൾക്കാനും നിങ്ങൾ ശ്രമിക്കട്ടോ. അത് കേൾക്കാൻ അവരൊക്കെ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നല്ലത് വരട്ടെ. എല്ലാവരും ഒരുപാട് സ്നേഹം മാറണം. താങ്ക് യു.